കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂപതിവ് ചട്ട ഭേദഗതിയുടെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കുവാനുള്ള ഗവൺമെന്റിന്റെ നിലപാടിന് പിന്തുണ നൽകി സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച മന്ത്രിയുടെ കോലം കത്തിച്ചു. കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഭൂപതിവ് ചട്ട ഭേദഗതിയുടെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഗവൺമെന്റിന്റെ നിലപാടിന് പിന്തുണ നൽകി കർഷകരെ വഞ്ചിക്കുന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ കോലം കത്തിച്ചു. ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും നിർദ്ദേശിക്കാതെ എല്ലാ ഭൂവിഷയങ്ങളും പരിഹരിച്ചു എന്ന് വ്യാജ പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് ജനങ്ങളെ കബളിപ്പിക്കലാണ്. പിണറായിയുടെ അന്തഃപുരത്തിലെ കൊള്ളൂത്തുകാരനായ റോഷി ഇടുക്കിയിലെ അഭിനവ യൂദാസ് ആണെന്നും ഭൂവിഷയത്തിൽ എന്തൊക്കെ ന്യായീകരണം നടത്തിയാലും മന്ത്രിയുടെ തനിനിറം മലയോര ജനത മനസ്സിലാക്കുമെന്നും കർഷക രോഷത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ലെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ആളുകൾക്ക് ഈ ഗതികൾ ഉണ്ടാകുമായിരുന്നില്ല. മറ്റ് 13 ജില്ലകളിലും ആളുകൾക്ക് ഈ ഗതികളില്ല. അവരുടെ ഒറ്റ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ വീണ്ടും അവർക്ക് ക്രമവൽക്കരിക്കേണ്ട ആവശ്യമില്ല. ഇടുക്കിയിൽ മാത്രമാണ് ചട്ടമനുസരിച്ച് നിയമമനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നികുതി അടയ്ക്കുന്ന കെട്ടിടങ്ങൾ. ആ കെട്ടിടങ്ങൾ വീണ്ടും ക്രമവൽക്കേണ്ട അല്ലെങ്കിൽ അതിന് പിഴയടിക്കേണ്ട ഗതികേട് വന്നത് ഇടുക്കി ജില്ലയിലെ ആളുകൾക്ക് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഈ ജില്ലയിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കല്ലാതെ മറ്റാർക്കാണ് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം? ഈ ഇടുക്കി ജില്ലയിലെ ആളുകളുടെ മേൽ ഈ പിഴ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശ്രീ റോഷി അഗസ്റ്റിൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത്. ഗാന്ധി സ്ക്വയറിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ മന്ത്രി റോഷി അഗസ്റ്റിന്റെ കോലം കത്തിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കൽ, നേതാക്കളായ ജോയ് പൊരുന്നോലി, ജോയ് ആനിത്തോട്ടം, ജോസ് മുത്തനാട്ട്, ബിജു പൊരുന്നോലി, ഷമോജ് കെ ജോർജ്, ജോസ് ആനക്കല്ലിൽ, ഷൈനി സണ്ണി, റൂബി വേഴാമ്പത്തോട്ടം, PS മേരിദാസൻ, രാജൻ കാലാച്ചിറ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.